കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഒരു വിഷു പോസ്റ്റർ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ, അർഷാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ ജയിലിൽ കിടക്കാൻ ഇടയായ ഒരു സംഭവം നടക്കുന്നത്. പോസ്റ്ററിൽ വളരെ വൃത്തികെട്ട രീതിയിലൊരു സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. മഹാവിഷ്ണു കണ്ണൻ അവതാരമാണ്. കണ്ണൻ്റെ മുന്നിൽ മന്തി ബിരിയാണി വെക്കുന്നു. എന്നിട്ട് എന്തൊക്കെയോ ഒരു വൃത്തികെട്ട പ്രഹസനം അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വിഷു ആശംസകളൊക്കെയാണ് അറിയിച്ചത്. പക്ഷേ അത് ചർച്ചയായി, വലിയ പ്രശ്നമായി. മുസ്ലിം പുരോഹിതന്മാർ പോലും ആ വിഷയത്തിൽ കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്തി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അർഷാദ് നീ ചെയ്ത് എന്ന രീതിയിൽ, അല്ലെങ്കിൽ മെഹർ ഹോട്ടലിനെ കൃത്യമായി വലിച്ചു കീറി ഒട്ടിച്ച്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, നമ്മളൊരു മതസൗഹാർദ്ദമൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഒന്നുകൂടി അടിപൊളിയാണ്. ആ സമയത്താണ് വർഗീയതയ്ക്ക് ഒരു വളം ഇട്ട് കൊടുക്കുന്ന രീതിയിൽ അറിയാതെയാണെങ്കിൽ പോലും അങ്ങനെ ഒരു തെറ്റാ മനുഷ്യൻ ചെയ്യുന്നത്. എൻ്റെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് അത് അഡ്രസ്സ് ചെയ്തതാണെന്നുള്ളതാണ്. ഒരു തെമ്മാടിത്തരം തന്നെയായിട്ടാണ് ഞാനതിനെ കണ്ടത്. കാരണം ഈ ഹിന്ദുക്കളായ എല്ലാവരും മതം പഠിച്ച ആളുകളല്ല, മതഗ്രന്ഥങ്ങൾ പഠിച്ച ആളുകളല്ല, വേദങ്ങൾ പഠിച്ച ആളുകളല്ല. പല ആളുകൾക്കും അറിയാത്ത പല കാര്യങ്ങളുണ്ട്. പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാരൊക്കെ കാട്ടിൽ കയറിയിട്ട് ഈ വേട്ടയ്ക്ക് പോയിരുന്നു, ഈ നായാട്ടിന് പോയിരുന്നു. എന്തിനാണ് നായാട്ടിന് പോകുന്നത്? മൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവന്ന് തിന്നാൻ തന്നെയാണല്ലേ. രാജാക്കന്മാരെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബ്രാഹ്മണന്മാരും മറ്റുള്ള ആളുകളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അവരിത് കഴിക്കില്ലേ സത്യത്തിൽ? ശരിക്കും ഹിന്ദു മതവിശ്വാസപ്രകാരം ഇന്നത് കഴിക്കാൻ പാടില്ല അങ്ങനെ വല്ലതും ഉണ്ടോ? വലിയൊരു സംശയമാണല്ലേ. എന്തായാലും അൻസാരി ഉസ്താദിനെ ചാമുണ്ടി, എന്താണ് ആളുടെ പേര്, ചണ്ടാള ബാബാജി എന്ന് പറയുന്ന ഒരു വ്യക്തി വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. ഈ ശബ്ദ സന്ദേശം നിങ്ങളൊന്ന് കേൾക്കണം. അതിന് മുന്നേ ഞാനൊരു ചെറിയ സാധനം ഒന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം. പല ആളുകളും ഇത് ഒരിക്കലും സമ്മതിച്ചു തരാത്തൊരു കാര്യമാണ്. അത് ഇത്രയേ ഉള്ളൂ. ബ്രഹ്മാവ് മൃഗങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ഭക്ഷിക്കാവുന്ന ഏത് മൃഗങ്ങളുടെയും മാംസം മനുഷ്യന് ഭക്ഷിക്കാവുന്നതാണ്. മനുസ്മൃതി അധ്യായം 5 ശ്ലോകം 30. പശു, പോത്ത്, കാളക്കുട്ടി, കുതിര എന്നിവ ഇന്ദ്രൻ ഭക്ഷിച്ചിരുന്നു. ഋഗ്വേദം 6:17. പൗരാണിക കാലങ്ങളിൽ പശുയിറച്ചി കഴിക്കാത്തവരെ ഉത്തമ ഹിന്ദുക്കളായി കണക്കാക്കിയിരുന്നില്ല. സ്വാമി വിവേകാനന്ദൻ. വേദകാലത്ത് ഗോമാംസം ഭക്ഷിക്കാത്ത ബ്രാഹ്മണനെ ബ്രാഹ്മണനായി കണക്കാക്കില്ലായിരുന്നു. അതേ പുസ്തകത്തിൽ തന്നെ മറ്റൊരു ഭാഗമാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തന്നുള്ളൂ. നമുക്കിനി ആ ഒരു ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം കേട്ടോ. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. രാമായണം എടുത്തുയർത്തിയിട്ട് അങ്ങ് ഓൾറെഡി ഹിന്ദുക്കൾ ഇത് പഠിച്ചിട്ടുണ്ടോ ചോദിക്കുന്ന ഒരു വിഷയം വന്നപ്പോഴാണ് നമ്മൾ അങ്ങേ വിളിച്ചത്. മനസ്സിലായി. രാമായണം എല്ലാ ഹിന്ദുക്കളുടെയും അല്ല. ഹിന്ദു എന്നുള്ള ഡിനോമിനേറ്റ്സ് ആണ്, റിലീജിയസ് ഡിനോമിനേറ്റ്സ് ആണ്. അപ്പൊ അതില് വാമാചാര പാരമ്പര്യത്തിൽ മദ്യ, മത്സ്യ, മാംസം, മുദ്ര, മൈഥുനം 5 കാര്യങ്ങളെ കൊണ്ട് ഉപാസന നടത്തുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒരുപാട് ഹിന്ദുക്കൾ ഇപ്പൊ നമ്മൾ മാംസം, ഇപ്പൊ കണി കാണുന്ന നേരത്തെ മാംസം വിശേഷപ്പെട്ട ഒരു കാഴ്ചദ്രവ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു മുസ്ലിം വെച്ചത് കൊണ്ട് അത് തെറ്റാണ്, അത് കൃഷ്ണന് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാ. കാരണം കൃഷ്ണന് വാമദ്രവ്യമായിട്ട് മാംസം തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതൊരു വെജിറ്റേറിയൻ ഹിഡൻ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഭീഷണി മുഴക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ അവര് പറഞ്ഞത് ശരിയെന്ന് വരികയാണ്. ബാബാജി, അങ്ങ് പങ്കുവെക്കുന്നത് ഒരു വിശാലമായ ആശയമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്കിത് പറയലേ നിർവാഹമുള്ളൂ. കാരണം മറ്റുള്ളവർ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ അതിനകത്ത് മാറി നിൽക്കുക എന്നുള്ളതാണ്. അങ്ങ് പറഞ്ഞ ആശയം എനിക്ക് കൂടെ മനസ്സിലാകുന്നതാണ്. കാരണം എന്താ പറയുക, ഇതിന്റെ കമന്റ് ബോക്സിൽ തന്നെ വന്നിരുന്നു, ഉസ്താദെ ദൈവങ്ങളെ പൂജിക്കാൻ വേണ്ടി അതിന്റെ താഴെ മദ്യം, ദൈവത്തിന് ഉപാസിക്കാൻ വേണ്ടി മദ്യം വെക്കുന്നവരുണ്ട്, കോഴി, അറുത്ത കോഴി അതിന്റെ രക്തം വെക്കുന്നവരുണ്ട്, അപ്പൊ ഇവിടെ ഒരു ബിരിയാണി എന്ന് പറയുന്ന ഭക്ഷണം വെക്കുന്നതുകൊണ്ട് എന്ത് പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് എന്റെ കമന്റ് ബോക്സിൽ ഒരാൾ ഇട്ടിരുന്നു. അപ്പോൾ ഞാനതിന് മറുപടി കൊടുക്കാത്ത എന്തുകൊണ്ടെന്ന് അറിയാവാ, ഇതൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വിശ്വാസമാണ് ശ്രീകൃഷ്ണന്റെ പേരിൽ മറ്റുള്ളവർക്ക് ഉള്ളതെങ്കിൽ അതിനെ ഒന്നും ട്രിഗർ ചെയ്യാൻ പാടില്ല എന്നുള്ള ആശയക്കാരാണ് ഞാൻ. അതിനപ്പുറത്തേക്ക് ഞാൻ വേറൊന്നും കാണുന്നില്ല ബാബാജി. ഇതാണ് മനുഷ്യൻ, ഇതാണ് മനുഷ്യത്വം. വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കള്ള് പല സ്ഥലങ്ങളിലും വെക്കാറുണ്ട്, അതേപോലെ തന്നെ ബലി ചെയ്യാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പലർക്കും അറിയുന്നതാണ്. പക്ഷേ മറ്റൊരാൾ നമ്മുടെ വിശ്വാസത്തിലേക്ക് കയറി വന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ വിശ്വാസം വ്രണപ്പെടും. ചില ആളുകളെങ്കിലും അതിനെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. RSSനെ പോലുള്ള സംഘടനകൾ കാത്തിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടി തന്നെയാണെന്നുള്ളതാണ്. പലയിടങ്ങളിലും അമ്പലത്തിൽ വേസ്റ്റ് എറിഞ്ഞിട്ട് മുസ്ലിം ആണെന്ന പേര്, മാഷ എന്ന പേര് എഴുതിയിട്ടൊക്കെ പിടിക്കപ്പെട്ട RSSകാരെ നമുക്കറിയില്ലേ. അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിവിടെ നടന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിഷയം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനെ ട്രോളാൻ എന്ന രീതിയിൽ പന്നി മാംസത്തിന്റെ മുന്നിൽ എന്തോ എഴുതി വെച്ചിട്ട് ഒരു വൃത്തികേടൊരുത്തം ചെയ്തല്ലോ, അവനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കിട്ടിയ അവസരം അവർ ഉപയോഗിക്കും. ഇനി ഈ ചണ്ടാലൻ ചേട്ടൻ പറഞ്ഞു മുഴുവനൊന്ന് കേൾക്കുക. ഒരുപക്ഷെ ഒരുപാട് ഹിന്ദുക്കൾക്ക് അറിയാത്ത പല കാര്യങ്ങളാണ്, ഞാൻ മനസ്സിലാക്കി വെച്ചതാണ്. പക്ഷേ ഉസ്താദ് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഞാൻ പറയണ്ട, അത് പഠിച്ച ആൾ പറയട്ടെ, കേൾക്കാം. ഇന്ത്യ മഹാരാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ പോലെ
ആക്രമിക്കപ്പെടുന്ന വിശ്വാസങ്ങൾക്ക് വേണ്ടി ഫൈറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ഭാഗമായിട്ട് ഞാൻ ആ പോസ്റ്റർ അവരെ വിളിക്കാൻ നോക്കി എനിക്ക് കിട്ടിയില്ല. ഹോട്ടലുടമകൾ എന്നെപ്പോലുള്ള ആളുകൾ അവരെത്ര വിഷമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പിന്തുണ പറയണം. നേരത്തെ പിന്തുണ പറഞ്ഞാൽ വേറെ വെറുതെ പ്രോത്സാഹിപ്പിക്കല്ല കേട്ടോ, ആശയപരമായിട്ട് തെറ്റല്ല. കാരണം ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഹിന്ദുക്കളെ ആക്ഷേപിച്ചു, ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിച്ചു പറഞ്ഞാൽ തെറ്റാണ്. അതെന്താ സംഘപരിവാർ ഹിന്ദുത്വത്തെയാണ് അവർക്കേ പ്രശ്നമുള്ളൂ. ഇപ്പോ നമ്മൾ ഈ വിഷയമായി പോസ്റ്റ് ഇട്ടപ്പോൾ ഇതിൽ തന്നെ ഹിന്ദുത്വർ വന്നിട്ട് നമ്മളെ നന്നായി ആക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ അവർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് അവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന അവരുടെ ഒരു എന്താ വെച്ചാൽ വെപ്പൺ മാത്രമാണ് മുസ്ലിമിനെ ഉയർത്തി കാണിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ ഇപ്പൊ പന്നിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഓൾറെഡി ആക്കിയ ഹോട്ടലിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ വണ്ടി പൈസ ചെലവാക്കിയാൽ ഹോട്ടലിൽ പോയിട്ട് മന്തിയും കഴിക്കും. അവർ സമ്മതിച്ച് ഞാൻ അവരെ ഹോട്ടലിൽ ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് ഞാൻ പോർക്ക് കൊണ്ടിട്ട് അവിടെ ഇരുന്ന് അതും കഴിക്കും. എന്നെ സംബന്ധിച്ച് എന്തുകൊണ്ടാ വെച്ചാല് ഈ പറയുന്ന രാഷ്ട്രത്തിൽ ഭരണഘടനാപരമായിട്ട് ഭക്ഷണത്തിന് വിചാരിച്ചിട്ട് കൃഷ്ണൻ കഴിച്ചോ കഴിച്ചില്ലേ എന്നുള്ളതാണെങ്കിൽ ഇവരുടെ ഗ്രന്ഥങ്ങൾ ഇവർ പരിശോധിക്കാത്തതുകൊണ്ട് മഹാഭാരതത്തിൽ വ്യാധഗീത ഒരു ഭാഗമുണ്ട്. വ്യാധഗീതയിൽ വ്യാധൻ ഇറച്ചി വെട്ടുകാരനാണ്, ഇറച്ചി വെട്ടുന്നതിന് അദ്ദേഹത്തിന് വേദാന്തം പഠിക്കാൻ അദ്ദേഹം എഴുതിക്കാൻ പോകുന്നേ. ഇത് ഇവരുടെ ഗ്രന്ഥത്തിലുള്ളതാണ്. ഇപ്പൊ ശാക്തേയ ദ്രവ്യങ്ങൾ വേറെ തന്നെ കൃഷ്ണനെ സംബന്ധിച്ച് കൃഷ്ണ ദ്രവ്യങ്ങൾ പറയുന്നതിൽ വാമാചാര ദ്രവ്യങ്ങൾ. ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ ആശ്രമത്തിൽ പ്രതിഷേധാത്മകമായിട്ട് ഞാൻ ഇവിടെ രാത്രി പൂജ നടത്തുകയാണ്, കൃഷ്ണന് പൂജ നടത്തണം, അത് മാംസം വെച്ചിട്ടാ പൂജിക്കണം. അതിന്റെ പോസ്റ്റർ എന്റെ FB ഇട്ടിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റിന് നമ്മൾ അറിഞ്ഞോ അറിയാതെ അങ്ങേപ്പോഴുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു സംസാരം ഉണ്ടാവും. നമ്മൾ ഹിന്ദുക്കളെ വിഷയമാണെങ്കിൽ ഇവർക്ക് വിഷമം, ഹിന്ദുക്കളിൽ ആർക്കാണ് വിഷമം? ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്. ബാബാജി, ഞാൻ ആ ഒരു മറുപടി അല്ലാതൊരു മറുപടി പറഞ്ഞാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് വിഷമം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ നല്ല ബോധ്യമുണ്ട്. ബാബാജിയുടെ തന്നെ പല വീഡിയോകളും ബാബാജി അവിടെ പൂജക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വീഡിയോ കാണിച്ചുകൊണ്ട് എനിക്കത് പറയാൻ കഴിയും. പക്ഷെ ഞാൻ പറയാതിരിക്കുന്നത് അങ്ങനെ പോലും എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് വേദന ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന് മറുപടി പറയേണ്ടത് സത്യത്തിൽ ബാബാജിയാണ് മറുപടി പറയേണ്ടത്, ഞാനല്ല. ബാബാജി ചെറിയൊരു കാര്യം സൂചിപ്പിക്കാമായിരുന്നു. ഹിന്ദു എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരുപാട് വിശാലമായി സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അതുകൊണ്ട് രാമായണം പോലും എടുത്തു കളിച്ച് അങ്ങേക്ക് വേണമെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്ഷണം മാത്രമല്ല മറ്റുള്ളത് ഉണ്ട് എന്നുള്ളത് ആ സഹോദരങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അങ്ങയുടെ ഭാഗത്തുണ്ട്. അത് അങ്ങനെയല്ല. അത് ചെയ്ത ആളുകൾ ചെയ്തത് എന്താ വെച്ചാല് അവരെ വരച്ചതോ പിക്ചറോ ഒക്കെ ഒരു തെറ്റ്. അത് തെറ്റല്ല. ഞാൻ ഇതിനു മുമ്പ് 4-5 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഹിന്ദുത്വരൊക്കെ അംഗീകരിക്കുന്നതിന് മുമ്പേ ഞാൻ ഫ്രഷ് കോഴി പാകം ചെയ്ത് കണിദ്രവ്യമായിട്ട് വെച്ച ആളാണ്. ഇതൊക്കെ പ്രതിഷേധമാണ്. ഇത് പട്ടികജാതിക്കാരുടെ ആചാരമല്ലേ? ഇപ്പൊ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഇപ്പൊ ചെയ്യണില്ല. പക്ഷെ മാടായിക്കാവ് അതുപോലെ പിഷാരിക്കാവ് ഇവിടെ ഉച്ചയ്ക്ക് കോഴി ഇറച്ചി നിവേദ്യമുള്ള ക്ഷേത്രമാണ്. അത് ചണ്ടാള ബാബാജി ചെയ്യുന്ന ആ ആശയധാരയെ പിൻപറ്റിക്കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന ഒരു ചർച്ച എന്താണെന്നറിയോ? അതൊന്നും ഹിന്ദു മതത്തിന്റെ അല്ലൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ കാണിക്കുന്ന പറഞ്ഞൊക്കെ ഹിന്ദു മതം ആവുമെന്ന് ചോദിച്ചാൽ എനിക്കവിടെ പറഞ്ഞു. ഇതിനൊക്കെ അതാ ഞാൻ അന്ന് രാമായണത്തിന്റെ വിഷയം വന്നപ്പോ അങ്ങനെ വിളിക്കാൻ കാരണം ഇതിനൊക്കെ പ്രാമാണിക ഗ്രന്ഥമാണ്. ഞാൻ സക്കീർ നായിക്കിനെ കൂടെ ഞാൻ ഫോളോ ചെയ്തിരുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു വെച്ചാൽ ഇവരൊക്കെ ഹിന്ദു കണ്ട് എടുത്തു പിടിക്കുന്നത് 4 വേദങ്ങളും ഉപനിഷത്തുക്കളും അതല്ല. ഹിന്ദുയിസത്തിന് വ്യത്യസ്ത ഗ്രന്ഥങ്ങളും അടിസ്ഥാനങ്ങളും. ഇപ്പൊ ഈ കൗളന്മാരെ സംബന്ധിച്ച് കുളാർണവം എന്നുള്ള ഗ്രന്ഥം ഫോളോ ചെയ്യുന്നേ വേദങ്ങൾ അവർക്ക് അധികാരമല്ല, വേദത്തെ അംഗീകരിക്കുന്നില്ല. അവർണർ എന്ന് പറഞ്ഞാൽ താഴ്ന്നവരാണെന്നാ ധരിക്കുന്നത്. അങ്ങനെയല്ല, വർണ്ണഭാഷരാണ്. അപ്പൊ ഈ പറയപ്പെടുന്ന ഭൂരിപക്ഷ ഹൈന്ദവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേദങ്ങളുമായി ബന്ധമില്ല. വേദാചാരത്തിലും ഈ സാധനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് പോകുന്നില്ല. വീണ്ടും പറയുന്നു, ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അങ്ങയുടെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ ഞാനൊക്കെ ഇത്രയും കാലം ഈ തീവ്രവാദത്തെ പോലെ എതിർത്ത് മിണ്ടാണ്ടിരിക്കുക എന്താ വെച്ചാൽ ഇതൊരു ആക്രമണമാണെന്നും മുസ്ലിമിനെ ഒരു അപരവൽക്കരിക്കുകയാണെന്നും ബോധ്യത്തിലാണ് ഇപ്പൊ നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്താ വെച്ചാൽ എവിടെയും മുസ്ലിങ്ങളെ എറിഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. അംബേദ്കറെ മുൻനിർത്തിയിട്ട് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. ഒപ്പം ഹിന്ദുത്വമല്ല, ഹിന്ദു എന്ന വിശാല ആശയത്തെ RSSകാർക്കൊന്നും 99% എന്താ ഹിന്ദു എന്ന് അറിയില്ല. അങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ചിദാനന്ദപുരി അടക്കം പണ്ട് പറഞ്ഞത് മാറ്റി നോക്കി. ഞാൻ സന്ധ്യ നമസ്കാരം നേരാണ് എനിക്കുണ്ട്. കൂടുതൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോ ബാബാജി പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇത് എല്ലാ ഹിന്ദുക്കളും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇവിടെ അൻസാരി ഉസ്താദ് എടുത്ത നിലപാടും അതാണ് നിലപാട്. അല്ലാതെ ബാബാജി പറഞ്ഞതുപോലെ കൃഷ്ണന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചിക്കൻ വെച്ചുകൊണ്ട് ഒരു പ്രതിഷേധം എന്നോണം പൂജ നടത്തുന്നതാണോ ശരി? എനിക്കറിയില്ല. ഞാനിവിടെ ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതായത് മതപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാവരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ വിഷയത്തിൽ അത് മെഹർ ഹോട്ടൽ ചെയ്തത് ഇപ്പോഴും ഊളത്തരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ആരോ ഡിസൈൻ ചെയ്ത് കൊടുത്ത ഒരു സാധനം ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതൊന്ന് നോക്കുക എന്നുള്ളൊരു കാര്യം, ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം അതിൻ്റെ ഓണർമാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ അൻസാരി ഉസ്താദിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ ബാബാജി എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഇവിടെയുള്ള ഹിന്ദുക്കളിൽ എത്ര ശതമാനം ആളുകൾ അംഗീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താ വെച്ചാൽ
ഏത് ഹിന്ദുവാണ് മതഗ്രന്ഥം, വേദം അല്ലെങ്കിൽ ഉപനിഷത്തുക്കൾ, ഇത് മനുസ്മൃതി, ഇതൊക്കെ ആരാണ് വായിച്ചിട്ടുള്ളത്? ആരും വായിച്ചിട്ടില്ല. മനുസ്മൃതി വായിച്ച വേറെ കഥ, അത് വേറെ കഥ, അതോടൊക്കട്ടെ. അതല്ലാതെ വേദങ്ങൾ പഠിച്ച ആരാണുള്ളത്? ഞാൻ സംസ്കൃതം പഠിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ പലതും വായിച്ചെടുത്ത ഒരു അറിവ് നമുക്കുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന മതം ഇന്ന കാര്യം പറയുന്നതിൽ ഇന്ന കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഖുറാനിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ഇതാ അവരെ അങ്ങനെയാക്കുന്നു ഇങ്ങനെയാക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? സത്യം പറയാച്ചാൽ അതെന്താണ് എന്ന് പൂർണ്ണമായി വായിക്കാതെ ഒരു മനുഷ്യന് മനസ്സിലാകില്ല. ഒരു കഷ്ണം മാത്രം അടർത്തിയെടുത്തിട്ട് പറയുന്നത് അത് നല്ല ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അൻസാരി ഉസ്താദിൻ്റെ ആ വാക്കുകൾക്ക് സല്യൂട്ട്. ബാബാജി, നിങ്ങൾ ഈ ഒരു കാര്യം ഏതെങ്കിലും മാധ്യമം വഴി ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുക, ജനങ്ങളെ അറിയിക്കുക. അത്ര തന്നെ. എനിക്കിവിടെ പാവപ്പെട്ട ഒന്നും അറിയാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ കൂടെ നിൽക്കാനേ കഴിയുള്ളൂ. പല കാര്യങ്ങളും അവർക്ക് അറിയാത്തത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും. അവർ മനസ്സിലാക്കുമോ ഇല്ലയോ എന്നൊക്കെ പടച്ച തമ്പുരാൻ അറിയാം. വീണ്ടും പരമതി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ്.